ചങ്ങായിമാരെ, നമ്മളെ ലസിത പാലക്കലമ്മയില്ലേ, പാലക്കലമ്മയിനെ നമ്മളെ അൻസാരി ഉസ്താദ് ചുമര് തേച്ച ശേഷം ഉണങ്ങിയ ശേഷം കൊണ്ടുപോയിട്ട് ഏറെ കൊണ്ടുപോയിട്ട് തൂക്കിയിട്ട് അവിടുന്ന് ഊക്ക് വാങ്ങി ചാകുന്ന നമ്മളെ ലസിത പാലക്കലമ്മായി. സംഭവം എന്താ വെച്ചാല് നമ്മളെ ലസിത പാലക്കലമ്മായി ഐഷ ലക്ഷദ്വീപിൽ ചൊറിഞ്ഞതാണ്. ആ ചൊറിച്ചില് നമ്മൾ അൻസാരി ഉസ്താദ് ഏറ്റെടുത്തിട്ട് പാലക്കലമ്മയുടെ ചൊറിച്ചിലും കടച്ചിലും എല്ലാം തീർത്തു കൊടുത്ത്. എന്താണ് നമ്മളെ പാലക്കലമ്മയുടെ ചൊറിച്ചിൽ എന്ന് വെച്ചാല് ഐഷ ലക്ഷദ്വീപ് എന്തുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല, എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അതെന്തുകൊണ്ട് റീൽസ് ആക്കിയിട്ട് ആൾക്കാരെ കാണിക്കുന്നില്ല? ഇതൊക്കെയാണ് നമ്മളെ പാലക്കലമ്മയുടെ ചോദ്യവും ചൊറിച്ചിലും. ഈ റീൽസിന്റെ കാര്യം പാലക്കലമ്മായി പറയാനുള്ള മെയിൻ കാരണം ഉണ്ടല്ല, പാലക്കലമ്മയുടെ ഹിന്ദു ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോവുക, അത് നല്ല മേക്കപ്പ് ചെയ്ത്, ഇനി അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയില്ല പോലും അവിടുന്ന് പ്രാർത്ഥിച്ചു പോലും അതൊന്നും ലസിത പാലക്കലമ്മയ്ക്ക് വിഷയമല്ല. അവിടുന്ന് റീൽസ് എടുക്കണം, അവിടുന്ന് റീൽസ് എടുത്ത് അത് പോസ്റ്റ് ചെയ്യാണ്ട് ലസിത പാലക്കലമ്മയുടെ ഭക്തി തീരൂല. പാലക്കലമ്മയ്ക്ക് ഭക്തിയല്ല വിഷയം, പാലക്കലമ്മയ്ക്ക് ആ റീൽസിന് കിട്ടുന്ന ലൈക്കും കമന്റുമാണ് മെയിൻ കാര്യം. അതില്ലെങ്കിൽ ആ ലൈക്കും കമന്റും കിട്ടിയില്ലെങ്കിൽ പാലക്കലമ്മയ്ക്ക് സഹിക്കൂല. ഭക്തിയൊക്കെ ഏതെങ്കിലും വഴിക്കൂട്ടെ പോയിക്കോട്ടെ, അതൊന്നും പാലക്കലമ്മയ്ക്ക് വിഷയമല്ല. റീൽസ് മുഖ്യം, പാലക്കലമ്മയ്ക്ക് ബിഗിലേ എന്ന് പറഞ്ഞ പോലെയാണ് പാലക്കലമ്മയുടെ കാര്യം. റീൽസ് വിത്ത് കമന്റ് ലൈക്ക്, അതാണ് പാലക്കലമ്മയുടെ ഭക്തി. അത്തരം ഭക്തി എന്തുകൊണ്ട് ഐഷ ലക്ഷദ്വീപ് കാണിച്ചില്ല എന്നാണ് നമ്മളെ പാലക്കലമ്മയുടെ ചോദ്യം. സംഘികളുടെയും ചോദ്യം അത് തന്നെയാണ്. ഈ ചോദ്യത്തിനാണ് നമ്മൾ അൻസാരി ഉസ്താദ് പാലക്കലമ്മയെ എടുത്തിട്ട് ചുമരില് തേച്ച് നല്ല വൃത്തിയായി തേച്ചിട്ട് ഉണക്കിയിട്ട് ഏറെ കൊണ്ടുപോയി വെച്ചത്. നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദിന്റെ ഊക്കിലേക്ക് കടക്കാം. താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് കാണാം, ഇനി താല്പര്യമില്ലാത്തവർക്ക് അൻസാരി ഉസ്താദിന്റെ പേജിൽ പോയിട്ട് അവിടുന്ന് കാണാം. എന്തായാലും നിങ്ങൾ കണ്ടേ പറ്റൂ. 5 മിനിറ്റ് നിങ്ങൾ ചിരിച്ച് പണ്ടാരടങ്ങാം. ഇനി ചിരിക്കുന്നതിന്റെ ഇടക്ക് ഒരുപാട് കാര്യം അൻസാരി ഉസ്താദ് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കേട്ടിട്ട് വരാം. ബാ. നമസ്കാരം. എല്ലാവർക്കും ലിസു ചേച്ചിയുടെ നമസ്കാരം. തുടക്കത്തിൽ പറയാണ്, എന്തിനാണ് ഉസ്താദ് ഈ സ്ത്രീക്കൊക്കെ മറുപടി പറയുന്നുള്ള ചോദ്യം, ക്ലീശ ചോദ്യം നിർത്തുക. കാരണം പ്രസക്തമായൊരു ചോദ്യം, നെറ്റിത്തരിച്ചു പോകുന്ന, നെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ തുറക്കുമാൽ അത്രയും ശക്തിയുക്തമായ ചോദ്യം ബഹുമാനപ്പെട്ട ലിസു ചേച്ചി ചോദിക്കാൻ പോവാണ്. ആ ചോദ്യം പ്രസക്തമായതുകൊണ്ട് മറുപടി പറയലും പ്രസക്തമാണ്. അതുകൊണ്ട് ഒരു അല്പസമയം നിങ്ങൾ സഹിച്ചിരുന്നേ പറ്റൂ. ലിസു ചേച്ചിക്ക് മറുപടി പറയരുതെന്നും പറഞ്ഞ് വെറുതെ കമന്റ് സമയം കളയരുത്. പ്രസക്ത ഭാഗം വരികയാണ്. അറിയാം, അപ്പൊ കൂടി അറിയാം. ഒരുപാട് പോസ്റ്റ് ആയിഷ ലക്ഷദ്വീപ് ഒരുപാട് പോസ്റ്റുകൾ വരട്ടെ. അമ്പലക്കുളത്തിൽ കീഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അമ്പലക്കുളത്തിൽ കുളിക്കാൻ തുടങ്ങിയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്? കാരണം മനസ്സിലായില്ല. ഒരു പ്രശ്നമില്ല, അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമില്ല. അത് അവരുടെ മതത്തിന്റെ വിഷയമാണ്, അതിനകത്ത് നമ്മൾ കയറി ഇടപെടരുത്. ആയിഷയോട് പ്രത്യേകം പറയാണ്. അതിന് ബാക്കി പറയൂ. പറഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു മറുപടിയാണ്, വലിയ മറുപടി, ചെറിയൊരു മറുപടി കേട്ടോണം. ചെറിയൊരു മറുപടി. ഞാൻ പണ്ടേ ലിസ്റ്റ് ടീച്ചർ പറയുന്നത്, ഞാൻ പിണങ്ങും. ഹിന്ദു അല്ല ഹിന്ദു. നമ്മൾ ആദ്യമായി ഹിന്ദു വിളിച്ച പേർഷ്യക്കാരാണ്. അവരാണ് നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചത്. ഹിന്ദു എന്നുള്ള വാക്ക് പോലും മറ്റൊരു സമൂഹത്തിന്റെ സംഭാവനയാണ്. ഞാൻ പല പ്രാവശ്യം ചേച്ചിക്ക് പറഞ്ഞു തന്നെ, ഹിന്ദു എന്ന് പറയരുത്. ഹിന്ദു ഹ, തവളയുടെ ഹ, അല്ല തവളയുടെ അരിശ്രീയുടെ ഹ. താത്തക്കുട്ടികളെല്ലാം മനുഷ്യ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് ചേച്ചിക്ക് അവരൊരു മറുപടി പറയാൻ പറ്റാത്തത്. ലിസ്റ്റ് ചേച്ചിക്ക് അറിയുന്ന ഒരു കാര്യമില്ല, ഏതെങ്കിലും താത്തക്കുട്ടി ഇതുപോലെ വന്ന് വർഗീയതയും പച്ചത്തൂന്നിവാസങ്ങളും പറയലുണ്ടോ? ഒരിക്കലുമില്ല. ഇതുപോലെ സ്ത്രീ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മുച്ചിലും ഇഞ്ചു ഒരിക്കലുമില്ല. അവർക്കൊക്കെ വേറെ ഒരുപാട് പണിയുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കുന്നവരല്ല. കാരണം മറ്റൊന്നുമില്ല, അവർക്ക് അവരുടെ കുടുംബം, മക്കള്, പ്രൊഫഷൻ, അതുപോലെ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ അവരെ സഹായിക്കേണ്ട കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അങ്ങനെ തുടങ്ങി ഒരുപാട് തിരക്കിനിടയിൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾക്ക് മുച്ചിലും ഇഞ്ചു എന്ന് പറയാൻ അവർക്ക് സമയമില്ല. അതല്ലെങ്കിൽ തന്നെ വിവരമുള്ള മനുഷ്യന്മാർക്ക് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയും അശ്ലീലം പറയുകയും തോന്നിയാസം പറയുകയും മതപരി പറയുകയും മനുഷ്യന്മാരുടെ സ്നേഹത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരു പെണ്ണ് ആണൊട്ടും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പെണ്ണാകുമ്പോഴോ തീരത്തിന് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾക്ക് കുറെ പണിയുണ്ട്. ഈ ബാക്കി രക്ഷിച്ച് പറയൂ. ഓക്കെ, സ്ത്രീകൾ ഉറപ്പാണ്, സ്ത്രീ തന്നെയാണ്. പ്രസക്തമായ ചോദ്യം. ക്ഷേത്രത്തിലൊക്കെ നമ്മുടെ ചേച്ചിയൊക്കെ പോയി ചെയ്യുന്ന പോലെ റീൽസ് എന്തുകൊണ്ട് ആയിഷക്കുട്ടി പള്ളിയിൽ റീൽസ് ചെയ്യുന്നില്ല? എത്രയോ സമയങ്ങളുണ്ട് ആയിഷക്കുട്ടി പള്ളിയിലേക്ക് ഒന്ന് പോയിക്കൂടെ? അപ്പൊ ഇതാണ് നമ്മുടെ ലിസി ചേച്ചിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പലപ്പോഴും ചോദിച്ചാണ്, പക്ഷേ ലിസി ചേച്ചിക്ക് പലരും അത് പറഞ്ഞു കൊടുത്തെങ്കിലും കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാത്തത്. തിരക്കാണ്, അറിയില്ല, ഫുൾ ടൈം തിരക്കാണ് ചേച്ചി. ഇത്തരമുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ തിരക്കിൽപ്പെട്ട് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് പറഞ്ഞു, ലിസി ചേച്ചി സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നതിന് യാതൊരു പ്രശ്നമില്ല. ലിസി ചേച്ചി ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വരിക, എന്നിട്ട് ഏതെങ്കിലും പള്ളിയുടെ അകത്തേക്ക് കടത്തി അവർക്ക് പള്ളിയിൽ കയറുന്നതിന് വല്ല പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. ഏത് പെണ്ണിനും ഏത് മുസ്ലിം പള്ളിയിൽ കയറാം. പിന്നെ അവരോട് പുരുഷന്മാരെ പോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കാതിരുന്നത്. ലിസി ചേച്ചി ഒരു പെണ്ണല്ലേ? ലിസി ചേച്ചി പ്രസവിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുഞ്ഞുകുട്ടിയുണ്ട്, അത് പാലുകൂടി പ്രായമാണെങ്കിൽ ഈ പ്രസവാനന്തരം നിശ്ചിതമായ സമയം വരെ സ്ത്രീകൾക്ക് നമസ്കാരത്തിന് വിലക്കുണ്ട്. നമസ്കാരത്തിന് വിലക്കെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് നിഫാസി എന്നാ പറയുക, പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തം. അപ്പൊ അതൊക്കെ കാരണം അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ അവരുടെ നമസ്കാരങ്ങൾ
അവർക്ക് നിർവഹിക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അത് കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോഴും അവർക്ക് നമസ്കരിക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ ഈ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവർ ഈ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ. പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അറിയാം സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നും പുരുഷന്റെ സാഹചര്യം എന്താണെന്നും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഗവൺമെന്റിന് പെണ്ണുങ്ങൾ അറിയുന്നതുകൊണ്ടാണല്ലോ ഗവൺമെന്റിന് ഇത്ര മാസം ഈ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിശാലമായ ലീവൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നതുപോലെ പെണ്ണിന് ഒരുപാട് പരിമിതികളുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന ഇതാണ്, നിങ്ങൾക്ക് സ്റ്റേജ് കറിയാം, സുബഹിയാണ്, പ്രഭാത നമസ്കാരം അല്ലെ. ആ പ്രഭാത നമസ്കാരം ഏകദേശം 4 മണി 5 മണിക്കാണ് ബാങ്ക് കൊടുക്കുക. ഈ സമയത്ത് ഭർത്താവ് ഗൾഫിലുള്ള, വീട്ടിൽ മറ്റാരും ഇല്ലാത്ത, മുതിർന്നവരാരും ഇല്ലാത്ത ഒരു പെണ്ണെന്ത് ചെയ്യണം? പുരുഷനെ പോലെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെങ്കിൽ എന്തെല്ലാം പാടകൾ വിടണം. അതുകൊണ്ട് അവളോട് പറഞ്ഞു, നിനക്ക് നിന്റെ വീടാണ് ഉത്തമം, നീ വീട്ടിൽ നിസ്കരിച്ചാൽ മതി, നിനക്ക് അതിന്റെ പ്രതിഫലം, പുരുഷൻ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം തരാമെന്ന് അല്ലാഹു മുഹമ്മദ് നബിയിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, എന്നതുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ വരുന്നതിനോ പള്ളിയിൽ കയറുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോ പെണ്ണുങ്ങളുടെ പ്രശ്നമല്ലേ? അപ്പൊ പെണ്ണിന് തെറ്റിദ്ധരിച്ചെന്താ, പെണ്ണിന് പള്ളിയിൽ വന്നുകൂടാ എന്നുള്ള തെറ്റിദ്ധാരണയല്ലേ? ഇനി പറയാൻ പോണ അങ്ങനെയല്ല. പെണ്ണിന് പള്ളിയിൽ കയറാൻ പറ്റും. മനുഷ്യർക്ക്, മജ്ജയും മാംസമുള്ള മനുഷ്യരിൽ ചില ആളുകൾക്ക് ലസിജ ചേച്ചി പോകുന്ന ആരാധനാലയത്തിന്റെ അകത്ത് കയറാൻ പറ്റുമോ? എന്റെ പെണ്ണും മുള്ളക്ക് ഞങ്ങൾ പോകുന്ന പള്ളിയിൽ പോകാം, അവിടെ നമസ്കാര പീഠത്തിൽ അവിടെ കയറി നിൽക്കാം, ഒക്കെ പറ്റും. പല പുരുഷന്മാരോടൊപ്പമുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വരണ്ട. അത് പെണ്ണുങ്ങൾക്ക് അവരുടെ സ്ഥിതിയും സാഹചര്യങ്ങളെയൊക്കെ കൂടുതൽ അറിയുന്നത് കൊണ്ട് അവർ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പള്ളി പെണ്ണ് കയറി കഴിഞ്ഞാൽ പള്ളി ശുദ്ധീകരിക്കണ്ട, പള്ളിക്കുളത്തിൽ ഇറങ്ങിയ പള്ളിക്കുളം ശുദ്ധീകരിക്കണ്ട. പെണ്ണ് പള്ളിയിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഇരുന്നത് കൊണ്ടോ കിടന്നത് കൊണ്ടോ പോയത് കൊണ്ടോ ഒന്നും ഒരു പള്ളിയും ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ലസ്ലി ചേച്ചി ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ അകത്ത് മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരൻ ഞാൻ പറയുന്നൊന്നും തെറ്റിദ്ധരിക്കരുത്, ലസ്ലി ചേച്ചിക്കുള്ള മറുപടിയാണ്. അങ്ങനെ കയറി ഏതെങ്കിലും മനുഷ്യർ ഇരുന്നാൽ, ഏത് മനുഷ്യർ? ലസ്ലി ചേച്ചിനെ പോലെ മജ്ജി മാംസമുള്ള ചില മനുഷ്യർ, ഞാനായിട്ട് പറയുന്നില്ല, ഒരാൾ പറയും, ഇത് കേട്ടിട്ട് പറ, ഇവർക്ക് ആരാധനാലയത്തിന് അകത്ത് കയറാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ടോ? കണ്ടു നോക്ക്. വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ സമുദായക്കാരെ ക്ഷേത്രത്തിനകത്ത് കയറ്റി അശുദ്ധിയാക്കരുത്. കാരണം തന്ത്രസമുച്ചയം പറയുന്നത്, ഈഴവർ ക്ഷേത്രത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ്. ഞാൻ പറയണതല്ല, തന്ത്രസമുച്ചയം 3-ാം ഭാഗം 10-ാം പടലം 2-ാം ഭാഗം. അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് മൂത്രം, രക്തം, മലം, ആർത്തവ രക്തം, പുലക്കാർ, പതിതന്മാർ, ഈ പറഞ്ഞിരിക്കുന്ന പുലക്കാരും പതിതന്മാരും ആരാണെന്ന് പറയാം. 10 പതിത ജാതിക്കാർ ആരാണെന്ന് നോക്കാം. അതായത് ക്ഷേത്രം അശുദ്ധിയാക്കുന്ന 10 പതിത ജാതിക്കാർ: ഗണകൻ, കളരിക്കുറുപ്പ്, വിൽക്കുറുപ്പ്, തോൽക്കുറുപ്പ്, അരയൻ, ഈഴവൻ, വേലൻ, പാണൻ, പരവൻ, വാലൻ തുടങ്ങിയിരിക്കുന്ന 10 ജാതിക്കാരാണ് ക്ഷേത്രം അശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട 10 ജാതിക്കാർ. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? പെണ്ണിന് പള്ളിയിൽ വരുന്നൊരു യാതൊരു തടസ്സമില്ല, പള്ളിയിൽ കയറാം, അതുകൊണ്ട് ശുദ്ധീകരണം ഒന്നും നടത്തണ്ട. മനസ്സിലായോ? ഇനി റിസർച്ച് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ആരാധനാലയത്തിന്റെ അകത്ത് കടന്നതിന്റെ പേരിൽ ഒരു വൃദ്ധനെ കത്തിച്ചു കൊന്നത് നമ്മുടെ രാജ്യത്താണ്. നോക്കിയേ, വാർത്ത നോക്കിയേ, കണ്ട. അതുകൊണ്ട് ലിസേജിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? വ്യക്തമായില്ലേ? അപ്പൊ പവറൈസ് പോട്ടെ. നമ്മളെ പാലക്കൽ അമ്മായിക്ക് തൃപ്തിയായി തോന്നും, വയറ് നിറച്ചിട്ടുണ്ടാവില്ല ഇത് കേട്ടിട്ട്. ഇത് പാലക്കൽ അമ്മായിന്റെ മാത്രം കുത്തിത്തിരിപ്പല്ലാട്ടാ, കുറെ സംഖ്യകളുടെയും കുറെ കാലമായുള്ള കുത്തിത്തിരിപ്പാന്ന്. മുസ്ലിം പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല, അവരെ കേട്ടുന്നില്ല, അവരെ അവിടെ നിന്ന് അടിച്ചോട്ടിക്കും. ഇതുപോലുള്ള ഒരുപാട് കള്ളങ്ങള് സംഖ്യകളും നമ്മളെ ലസിത പാലക്കൽ അമ്മായിയെല്ലാം ഇങ്ങനെ അടിച്ചു വിടുന്ന സ്ഥിരമായിട്ട്. പാലക്കൽ അമ്മായി ഐഷ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു മുസ്ലിമിനോട് ചോദ്യം ചോദിച്ചപ്പം പാലക്കൽ അമ്മായിക്ക് ഇപ്പൊ എന്ത് മനസ്സിലായി? നമ്മളെ ഹിന്ദുക്കളിൽ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഒരുപാട് ആചാരങ്ങളല്ല അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കതൊക്കെ മാറ്റിയിട്ട് അന്യമതങ്ങളെ കുറ്റം പറയാൻ പോയാ പോരെ? എന്റെ ലസിത പാലക്കൽ അമ്മായി എന്തിനീ പാലക്കൽ അമ്മായി ഒരു കാര്യം വേണ്ട, ഈ അമ്പലങ്ങളിലെ മുറ്റത്തിരുന്നിട്ട് റീൽസ് ഇടുന്ന പരിപാടി, ആ തെണ്ടിത്തരക്ക് നമുക്ക് ഹിന്ദുക്കളിൽ നിർത്താൻ നോക്കിക്കൂടെ? മെയിനായിട്ട് അതൊന്നും നിർത്താൻ നോക്കിക്കൂടെ? അങ്ങനെ എങ്ങാനും നിർത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മളെ പാലക്കൽ അമ്മായി നിരീശ്വരവാദിയാവും. ദൈവമില്ല എന്ന് പറയും. ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാലക്കൽ അമ്മായി അമ്പലത്തിൽ പോകുന്നതിന്റെ ഒരൊറ്റ ഉദ്ദേശം അവിടെ നിന്ന് റീൽസ് ഇട്ടിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കുക, അതിന്റെ മുകളിൽ കുറച്ച് പൈസ ഉണ്ടാക്കുക. ആ ഒരു പരിപാടി അമ്പലങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ അന്ന് പാലക്കൽ അമ്മായി നമ്മളെ രവിചന്ദ്ര സാറിന്റെ ഒറ്റപ്പോ, രവിചന്ദ്ര സാറ് മാത്രമല്ല, നമ്മളെ മറ്റേ ആർ പി കുസൈനില്ലേ, ആർ പി കുസൈന്റെ ഒപ്പം കൂടി ഇരുന്നിട്ട് അവരെ ചാനൽ ഇരുന്നിട്ട് ഇങ്ങനെ നിരീശ്വരവാദം പറയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ലസിത പാലക്കൽ അമ്മായി നമ്മളെ ഹിന്ദു മതത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ട്, ഒരുപാട് അനാചാരങ്ങൾ. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന എന്റെ ലസിത പാലക്കൽ അമ്മായി, ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന് പറയുമ്പോൾ വാളെടുക്കുന്ന ആളാണ് നമ്മളെ ലസിത പാലക്കൽ അമ്മായി എന്നുള്ള കാര്യം കൂടി പാലക്കൽ അമ്മായി ഓർമ്മിക്കണം.
അതിപ്പം നമ്മുടെ ആചാരം എന്ന് വിചാരിക്കാം. ഈ ആചാരം അല്ലാണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിനകത്തും പുറത്തും ഹിന്ദുക്കൾ ജാതി വ്യവസ്ഥേന്റെ ഫലമായിട്ട് ഒരുപാട് ജാതിക്കാർക്ക് ഇപ്പോഴും അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല. നമുക്കതൊക്കെ സെറ്റാക്കി ശരിയാക്കി ക്ലിയർ ആക്കി ഉസ്താദ് പറഞ്ഞ പോലെ പവറേഷ് ആക്കിയിട്ട് നമുക്ക് അന്യമതങ്ങളെ കുറ്റം പറയാൻ പോയാൽ പോരെ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഭക്തി ഉണ്ടായാലും ശരി, ഭക്തി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ലിഫ്റ്റിക്കും പുട്ടിയും പെയിന്റും അടിച്ചിട്ട് അമ്പലത്തിന്റെ പുറത്തുനിന്ന് ഈ റീൽസ് ചിത്രീകരണമില്ലേ, ആ പരിപാടി ദയവായിട്ട് ഒഴിവാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു ഭക്തർ സന്തോഷമായിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരും. അതുകൊണ്ട് ലസിത പാലക്കലമ്മായി ഇനിയെങ്കിലും മറ്റുള്ള മതത്തിനെ കുറ്റം പറയുന്നതിനിടക്ക് അല്പമെങ്കിലും ഭക്തിയോടുകൂടി അമ്പലത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല, പറ്റൂല. ലസിത പാലക്കലമ്മായിക്ക് നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തുകൊണ്ടും പറ്റൂല. അതുകൊണ്ട് ലിഫ്റ്റിക്കും പുട്ടിയും പെയിന്റും ഇട്ടിട്ട് റീൽസ് ചിത്രീകരണം നടക്കട്ടെ. മറ്റുള്ള മതങ്ങളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നോക്ക് വാങ്ങിക്കോ, നിന്നിട്ട് നോക്ക് വാങ്ങിക്കോ. ഒരിക്കലും മേലെ ഒന്ന് പുറത്തിറങ്ങാനേ പാടില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാൻ.